ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇതിൽ പറയാൻ പോകുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 3 നോട്ടിഫിക്കേഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒന്നാമത്തത് ഡിഫൻസിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ വന്നിരിക്കുന്ന നാവിക് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റും. മിനിമം +2 ഇതാണ് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ ആ ഒരു ജോബിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ CDAC-ലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡിപ്ലോമ അതുപോലെ എഞ്ചിനീയറിംഗ് BE BTech ഉള്ള ആൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് CDAC കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥാപനത്തിലേക്ക് കേരളത്തിലും ഒഴിവുകളുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് അപേക്ഷ വെച്ചിട്ടുണ്ട്. പിന്നെ CSIR-ന് കീഴിലുള്ള ഒരു അപേക്ഷ വന്നിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 17ഓളം വേക്കൻസിയിലേക്ക് ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട്. ഈ 3 നോട്ടിഫിക്കേഷനാണ് ഇന്നത്തെ ഇവിടെ പറയാൻ പോകുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് ഇതുപോലത്തെ ലഭിക്കാൻ വേണ്ടി ചാനൽ ഫോളോ ചെയ്യുക. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ വന്നിരിക്കുന്ന മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലൊക്കെ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് 13/2/2024 മുതൽ നിങ്ങൾക്ക് 27/2/2024 വരെ അപേക്ഷിക്കാൻ പറ്റുന്ന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ നാവിക് ജനറൽ ഡ്യൂട്ടി എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇപ്പോൾ 2/2024 ബാച്ചിലേക്ക് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റാണ് ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് മെയിൽ ഇന്ത്യൻ സിറ്റിസൻസിന് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇതിലേക്ക് നാവിക് എന്ന് പറഞ്ഞ പോസ്റ്റാണ് ജനറൽ ഡ്യൂട്ടി വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം. ക്വാളിഫിക്കേഷൻ പറയുന്നത് +2 പാസ്സായിരിക്കുക വിത്ത് മാത്സ് ആൻഡ് ഫിസിക്സ് ഫ്രം എ എഡ്യൂക്കേഷൻ ബോർഡ് റെക്കഗ്നൈസ്ഡ് ബൈ കൗൺസിൽ ബോർഡ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് മിനിമം നിങ്ങൾക്ക് വേണ്ടത് ഒരു +2 ആണ്. +2 മാത്സ് ആൻഡ് ഫിസിക്സ് പാസ്സായിട്ടുള്ള ഒരു +2 ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിലേക്ക് ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 22 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. 1 സെപ്റ്റംബർ 2002-നും 31 ഓഗസ്റ്റ് 2006-നും ഇടയിൽ ജനിച്ചവർക്ക് GD നാവിക് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ SC/ST OBCക്ക് ആണെങ്കിൽ SC/STക്ക് 5 വയസ്സിൻ്റെയും OBCക്ക് 3 വയസ്സിൻ്റെയും ഏജ് ഇളവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. വേക്കൻസി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ റീജിയൻ വൈസ് ആണ് ഇതിൻ്റെ വേക്കൻസികൾ. നോർത്ത് റീജിയനിൽ 79 വേക്കൻസി, വെസ്റ്റ് 66, നോർത്ത് ഈസ്റ്റ് 68, ഈസ്റ്റ് 33, നോർത്ത് വെസ്റ്റ് 12, ആൻഡമാൻ നിക്കോബാർ 3. അതുപോലെ ടോട്ടൽ 260 വേക്കൻസികളാണ് ടോട്ടൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആ ജനറൽ വിഭാഗത്തിനും അതുപോലെ തന്നെ EWS വിഭാഗത്തിന്, OBC, SC അതുപോലെ ST വിഭാഗത്തിനും ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോ കാറ്റഗറി വൈസ് ഓരോ സോണിലേക്കും റീജിയനിലേക്കും മാറ്റി വെച്ചിട്ടുണ്ടെന്നും കൂടി ഓർത്തിരിക്കാം. അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കുക. ഓൺലൈനായിട്ടാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത്. ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലിങ്കും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ നിന്നും ലഭിക്കുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ ജോയിൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് .cdac.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. പിന്നീട് വന്നിരിക്കുന്നത് CSIR-ന് കീഴിലുള്ള 4th പാരഡൈം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിരിക്കുന്ന 4PI വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റാണ്. ഇത് ബാംഗ്ലൂരിലേക്ക് വേണ്ടിയുള്ള റിക്രൂട്ട്മെൻറ്റാണ്. 30/1/2024 ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത്. ഏകദേശം നിങ്ങൾക്ക് 29/2/2024 വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ടെക്നീഷ്യൻസ് അതുപോലെ ടെക്നിക്കൽ അസിസ്റ്റന്റ്, ഡ്രൈവർ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ടെക്നിക്കൽ അസിസ്റ്റന്റ് വിഭാഗത്തിലേക്ക് നോക്കുകയാണെങ്കിൽ മൊത്തം വന്നിരിക്കുന്നത് 15 വേക്കൻസിയാണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് പേ സ്കെയിൽ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് ലെവൽ 6 ആയിരിക്കും ഉണ്ടായിരിക്കുക. 35,400 ആയിരിക്കും ശമ്പളം. ബേസിക് പേ 73,734 രൂപ വരെ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ് എമൗണ്ട് ലഭിക്കും. 28 വയസ്സാണ് ഏജ് ലിമിറ്റ്. പിന്നെ ടെക്നീഷ്യൻസ് വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി, അതിലേക്ക് 19,900 മുതൽ 40,466 വരെ ശമ്പളം ലഭിക്കുന്നതാണ്. 28 വയസ്സാണ് ഏജ് ലിമിറ്റ്. പിന്നെ ഡ്രൈവർ പോസ്റ്റിലേക്ക് ഒരു വേക്കൻസി 19,900 മുതൽ 40,466 വരെയാണ് ശമ്പളം. 27 വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ടെക്നീഷ്യൻസ് വിഭാഗത്തിന് ടെക്നിക്കൽ അസിസ്റ്റന്റ് വിഭാഗത്തിലേക്കും ടെക്നീഷ്യൻ വിഭാഗത്തിലേക്കും ടെക്നിക്കൽ അസിസ്റ്റന്റ് വസ്തു നോക്കുകയാണെങ്കിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ BSL ഡിപ്ലോമ ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ BSc ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ടെക്നിക്കൽ അസിസ്റ്റന്റ് വിഭാഗത്തിലേക്ക് ഡിപ്ലോമയാണ് പറഞ്ഞിരിക്കുന്നത് ഓരോന്നിനും.
പിന്നെ ടെക്നീഷ്യൻസ് വിഭാഗത്തിലേക്കാണെങ്കിൽ SLC ഓർ 10th സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കാം. മിനിമം 55% മാർക്കോട് കൂടിയിട്ടുള്ള ഒരു 10th അതുപോലെ ITI സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കാം. ഡ്രൈവർ പോസ്റ്റിലേക്ക് 10ാം ക്ലാസ് പ്ലസ് അതിനോട് കൂടി വാലിഡ് ആയിട്ടുള്ള ഡ്രൈവർ ലൈസൻസും കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലിങ്കും മറ്റ് ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് താഴെ നിന്നും ലഭിക്കുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നീട് വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് CDAC സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്ക് വേണ്ടിയിട്ട് ഉള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. ഇതിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള കോൺട്രാക്ട് ബേസിലുള്ള നിയമനമാണ്. ഇതിലേക്ക് വന്നിരിക്കുന്ന CDAC വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് ബേസിലുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത് പ്രൊജക്റ്റ് അസോസിയേറ്റ് ജൂനിയർ ഫീൽഡ് ആപ്ലിക്കേഷൻ എഞ്ചിനീയർ 45 വേക്കൻസി, അതുപോലെ പ്രൊജക്റ്റ് എഞ്ചിനീയർ എക്സ്പീരിയൻസ്ഡ് ഓർ ഫീൽഡ് എഞ്ചിനീയർ എക്സ്പീരിയൻസ്ഡ് വിഭാഗത്തിലേക്ക് 75 വേക്കൻസി. ഇതെല്ലാം തിരുവനന്തപുരത്തും ഒഴിവുകളുണ്ട്. കേരളത്തിൽ തിരുവനന്തപുരത്താണ് ഒഴിവുകളുള്ളത്. പിന്നെ വരുന്നത് പ്രൊജക്റ്റ് എഞ്ചിനീയർ ഫ്രഷർ വിഭാഗത്തിലേക്ക്, അതുപോലെ ഫീൽഡ് ആപ്ലിക്കേഷൻ എഞ്ചിനീയർ ഫ്രഷർ വിഭാഗത്തിലേക്ക് 75 വേക്കൻസി. പ്രൊജക്റ്റ് മാനേജർ അതുപോലെ പ്രോഗ്രാം മാനേജർ വിഭാഗത്തിലേക്ക് 15 വേക്കൻസി. പ്രൊജക്റ്റ് ഓഫീസർ ISEA 3 വേക്കൻസി. പ്രൊജക്റ്റ് ഓഫീസർ ഫിനാൻസ് വിഭാഗത്തിലേക്ക് തിരുവനന്തപുരത്തേക്ക് 1 വേക്കൻസി. പ്രൊജക്റ്റ് ഓഫീസർ ഔട്ട്റീച്ച് ആൻഡ് പ്ലേസ്മെൻറ്റ് 1 വേക്കൻസി. പ്രൊജക്റ്റ് സപ്പോർട്ട് സ്റ്റാഫ് 1 വേക്കൻസി. പ്രൊജക്റ്റ് സപ്പോർട്ട് സ്റ്റാഫ് HRD 1 വേക്കൻസി. പ്രൊജക്റ്റ് സപ്പോർട്ട് സ്റ്റാഫ് ലോജിസ്റ്റിക്സ് ആൻഡ് ഇൻവെൻറ്ററി 1 വേക്കൻസി. പ്രൊജക്റ്റ് സപ്പോർട്ട് സ്റ്റാഫ് അഡ്മിൻ 2 വേക്കൻസി. അതുപോലെ ടെക്നീഷ്യൻസ് 1 വേക്കൻസി. സീനിയർ പ്രൊജക്റ്റ് എഞ്ചിനീയർ, അതുപോലെ മോഡൽ ലീഡർ, പിന്നെ പ്രൊജക്റ്റ് ലീഡ്, അതുപോലെ തന്നെ അത്തരമുള്ള വേക്കൻസികൾക്ക് 100 വേക്കൻസികൾ നിലവിലുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് പ്രൊജക്റ്റ് എഞ്ചിനീയർ ഫീൽഡ് ആപ്ലിക്കേഷൻ എഞ്ചിനീയർ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഓരോന്നിനും നിങ്ങൾക്ക് ആ ലിങ്കിൽ വഴി നോക്കാവുന്നതാണ്. ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് BE BTech അല്ലെങ്കിൽ അതുമായി ഈക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ 60% മാർക്കോട് കൂടിയിട്ടുള്ള, പിന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ സയൻസ് ഓർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ME ഓർ MTech ഓർ ഈക്വലൻ്റ് ഡിഗ്രി, അതുപോലെ PhD റെലവൻ്റ് ഡിസിപ്ലിൻ, അത്തരത്തിലുള്ള ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിലേക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടി യാതൊരു അപേക്ഷാ ഫീസോ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഈ CDAC അപേക്ഷിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അടയ്ക്കേണ്ടതില്ല. ഇതിലേക്ക് 1 ഫെബ്രുവരി 2024 മുതൽ നിങ്ങൾക്ക് 20 ഫെബ്രുവരി 2024 വരെയാണ് അപേക്ഷിക്കാൻ പറ്റുക. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ 3 ആപ്ലിക്കേഷൻസ് കൂടി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് തീർച്ചയായും അപേക്ഷിക്കുക. ഇത്തരമുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാൻ. അടുത്ത നോട്ടിഫിക്കേഷൻ വേണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.